നമസ്കാരം. എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നണിയും ഇങ്ങനെ ഒരു സഖ്യവുമൊക്കെ? കൂടെയുള്ള ഘടകകക്ഷികൾ തന്നെ ഇത്തരത്തിൽ അനൈക്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു മുന്നണി സംവിധാനം കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്ത്യ സഖ്യത്തിലെ അനൈക്യത്തെക്കുറിച്ചാണ്. ഇങ്ങനൊരു മുന്നണിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, RSPയുടെ നേതാവായിട്ടുള്ള NK പ്രേമേന്ദ്രനാണ്. ഇന്ത്യ സഖ്യത്തിലെ അനൈക്യത്തിനെതിരെ NK പ്രേമേന്ദ്രൻ തുറന്നടിക്കുകയാണ്. ഈ രീതിയിൽ പോയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ സഖ്യത്തിലെ അനൈക്യത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് NK പ്രേമേന്ദ്രൻ MP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് തോൽവികൾ മാത്രം ഉണ്ടാകുന്നു. ഈ തോൽവികൾക്കൊക്കെ കാരണം എന്താണ്? സഖ്യത്തിലെ അനൈക്യം തന്നെയാണ് എന്നുള്ളതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മാറ്റം അനിവാര്യമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യോഗം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുകൂടി പ്രേമേന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് കാര്യമുണ്ട് എന്നുള്ളതാണ്. ഡൽഹി പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിടാൻ സാധ്യത എന്ന പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പ്രേമചന്ദ്രൻ്റെ പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവിടെ നിലവിലെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടേണ്ടതല്ലേ? പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ആം ആദ്മി പാർട്ടി ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമോ എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂട്ടായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി പ്രേമേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. അത് യാഥാർത്ഥ്യവുമാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ സഖ്യത്തിനെതിരെ മമതാ ബാനർജിയും രംഗത്തെത്തിയിരുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസുമായിട്ട് യാതൊരു തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഒരു സഖ്യത്തിനും തയ്യാറല്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തിൽ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് നിയമസഭാ ബജറ്റ് സെഷന് മുന്നോടിയായിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ MLA-മാരുടെ യോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞത്. ഇതൊരു മമതയിൽ ഒതുങ്ങുന്നതല്ല. ഡൽഹിയിൽ ആം ആദ്മിയെ കോൺഗ്രസ് സഹായിച്ചിട്ടില്ല. ഹരിയാനയിൽ കോൺഗ്രസിനെ ആം ആദ്മിയും സഹായിച്ചിട്ടില്ല. 2 സംസ്ഥാനത്തും BJP അധികാരത്തിലെത്തുകയും ചെയ്തു. എന്തുകൊണ്ട്? എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ബംഗാളിൽ കോൺഗ്രസ് ഒന്നുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറാണ്, ജയിക്കാൻ ഞങ്ങൾ മതി, അത് ഒറ്റയ്ക്ക് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് മമത എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോവില്ലെന്ന സമാന ചിന്താഗതിയുള്ള പാർട്ടികൾക്ക് ധാരണ ഉണ്ടാകണം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ദേശീയ തലത്തിൽ BJPയെ തടയാൻ ഇന്ത്യ മുന്നണിക്ക് പ്രയാസമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി അടക്കം പറയുന്നത്. ബംഗാൾ തിരഞ്ഞെടുപ്പിൽ അനധികൃതമായിട്ടുള്ള വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള തിരിമറികൾ BJP നടത്താൻ സാധ്യതയുണ്ട് എന്നും പാർട്ടി പ്രവർത്തകർ വളരെയധികം ജാഗ്രത കാട്ടണമെന്നും മമത മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് മാത്രമാണ്. മമത പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. NK പ്രേമേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് BJPയുടെ വളർച്ചയെ തടയിടണമെങ്കിൽ BJPക്കെതിരായി നിൽക്കുന്ന കക്ഷികളെല്ലാവരും ഏകമനസ്സോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയെ ഇവിടെ തൂത്തെറിയുക. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് എന്ന് ഉറക്കെ പറയുവാനും ആ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനും മമതാ ബാനർജിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അത് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തകർക്കാൻ ഇവിടുത്തെ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ KC വേണുഗോപാലിന് കഴിയില്ല. അതുകൊണ്ട് ഇവരെ പോലുള്ള നേതാക്കന്മാരെ മാറ്റൂ. തൃണമൂലിനെ വിളിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ കൊണ്ടുവരാം. ഒരു സഖ്യത്തിലൂടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈ അനൈക്യം മാറി ഐക്യത്തിലൂടെ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇപ്പോൾ 28 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് ഏകദേശം 19ഓളം സ്റ്റേറ്റുകൾ അവർ ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഭരിച്ചു മുന്നോട്ട് പോകുന്ന ആ പ്രസ്ഥാനം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കൂടി സമ്പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരുടെ സ്ലോഗനായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം. അത് പൂർത്തീകരിക്കാൻ പോകുന്നു. വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം വെറും ചാരമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഈഗോയൊക്കെ മാറ്റിവെക്കുക, അനൈക്യമൊക്കെ മാറ്റിവെക്കുക. ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനെങ്കിൽ മാത്രം മുന്നോട്ട് പോകാമെന്നുള്ള സൂചന ND പ്രേമേന്ദ്രൻ നൽകുന്നുണ്ട് എങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും പരാജയമാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ ഈ മുന്നണി ഇടുവാൻ RSPയും തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. RSP തിരികെ LDFിലേക്ക് പോകുമെന്നൊന്നും ആരും കരുതണ്ട. RSPക്കും പോകാനിടമുണ്ട്. പണ്ട് കൊല്ലത്ത് മത്സരിച്ചിരുന്ന NK പ്രേമേന്ദ്രൻ
BJPയുടെ സ്ഥാനാർത്ഥിയായി വരും എന്ന് കഴിഞ്ഞ 2024 ഉണ്ടായിരുന്ന ചില വാദഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്നുകൂടി ഓർത്തെടുത്ത് പറയട്ടെ, NK പ്രേമചന്ദ്രന് പോകാൻ ഒരിടമുണ്ട്. അത് മറ്റൊരിടമല്ല, BJPയുടെ കൂടാരം തന്നെയാണ്. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് അനൈക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളാണ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ മുന്നണി വിട്ടുപോകാൻ ഘടകകക്ഷികൾ തയ്യാറാകുന്നു. ആ ഘടകകക്ഷികൾ ചേക്കേറാൻ തയ്യാറെടുക്കുന്നത് ചിലപ്പോൾ BJPയിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ BJP എന്ന് പറയപ്പെടുന്ന മുന്നണിയിലേക്ക് വീണ്ടും വീണ്ടും ഘടകകക്ഷികൾ ഒത്തുചേരുകയാണെങ്കിൽ ഇനി കുറേ കാലത്തേക്ക്, ഏകദേശം ഒരു 10-20 വർഷത്തേക്കെങ്കിലും BJPയെ തകർത്തിട്ട് ഒരു മുന്നണിയും ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണിത്.